നമുക്ക് അല്പസമയം ഹിജ്റയുടെ ചരിത്രങ്ങളിലൂടെ ഒരു യാത്ര ചെയ്യാം. സമ്പത്തിന്റെ പേരിലും മറ്റു യുദ്ധങ്ങളെ പേരിലും പല പലായനങ്ങളും നടന്നിട്ടുണ്ടെങ്കിലും അള്ളാഹുവിന്റെ പ്രീതിക്ക് വേണ്ടിയാണ് ഹിജ്റ എന്ന പലായനം നടന്നത്. മക്കയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഇസ്ലാം മതം പ്രചരിപ്പിച്ച സമയത്ത് ഖുറൈശികൾ കടുത്ത പീഡനങ്ങളാണ് അയച്ചുവിട്ടത്. മക്കയിലെ ഖുറൈശികളുടെ പീഡനങ്ങൾ സഹിക്കാൻ വയ്യാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ കൂട്ടി ഹിജ്റ പോവാൻ തീരുമാനിച്ചു. ഹിജ്റയെ കുറിച്ച് പറയുമ്പോൾ അവിടുത്തെ സ്വഹാബികൾ സഹിച്ച ത്യാഗങ്ങളെ കുറിച്ച് പറയാതിരിക്കാൻ കഴിയില്ല. അവർ സ്വന്തം നാടിനെയും വീടിനെയും കുടുംബത്തെയും സമ്പത്തുകളെയുമെല്ലാം വിട്ടാണ് അവർ ഹിജ്റ എന്ന യാത്രക്ക് തിരിച്ചത്. ഒരു പ്രധാനിയായിരുന്നു അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു. മക്കയിലെ വലിയ സമ്പന്നനായിരുന്ന ആ മനുഷ്യൻ ഹിജ്റക്ക് പോകുമ്പോൾ തന്റെ കയ്യിൽ ഒരു സമ്പത്ത് പോലും ഇല്ലായിരുന്നു. ആ സ്വഹാബി സ്വന്തം നാടും വീടും കുടുംബത്തെയും സമ്പത്തുമെല്ലാം വിട്ടാണ് ഹിജ്റക്ക് തിരിച്ചത്. മദീനയിൽ എത്തിയപ്പോൾ ആ സ്വഹാബി ആദ്യം ചോദിച്ചത് എനിക്ക് മാർക്കറ്റിലേക്കുള്ള വഴി കാണിച്ചു തരൂ എന്നതാണ്. ആ സ്വഹാബി പിന്നീട് ആ മാർക്കറ്റിൽ കച്ചവടം ചെയ്ത് വലിയ സമ്പന്നനായി.